കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കഥ 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 കാക്കത്തൊള്ളായിരം, കഥ 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 കാക്കത്തൊള്ളായിരം. കടലിന്റെ തീരത്ത് കടലിന്റെ തീരത്തണയണ തിരകൾ പറയണ കഥയാണ്. കായലോളത്തിലെ കളിയോടം കണ്ട കന്നിനിലാവിന്റെ കഥയാണ്. പടവരമ്പത്തെ പുൽനാമ്പിനോട് പുലരി പറഞ്ഞൊരു കഥയാണ്. മാനം മുട്ടണ കൊടുമുടിയോട് മൂവന്തി പറയണ കഥയാണ്. മൂവന്തി പറയണ കഥയാണ്. കഥ 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 കാക്കത്തൊള്ളായിരം. ഒന്നോർത്താ കുറ്റം പറയാനും പറ്റില്ല. ഗിരിയുടെ അമ്മ ഗംഗ ചെല്ലുന്നത് നോക്കിയിരിക്കല്ലേ. അവരോടെന്ത് പറയും? കിട്ടിയില്ലെന്നോ അതോ കിട്ടുകയില്ലെന്നോ? രണ്ടായാലും പ്രശ്നമാ. ഞാൻ എന്താ പറയേണ്ടത് മോളെ? വാര്യരംഗൽ സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാക്ടിക്കലാ എന്തെങ്കിലും പറയുന്നത്. ദൈവമായിട്ട് മനസ്സിൽ എന്തെങ്കിലും തോന്നിക്കണ്ടേ? ഞാനൊരു കാര്യം പറയട്ടെ, അത് നടക്കും. എന്നാ പറ. ബാഹുലേയൻ അങ്കിളിനോട് നീ സ്വർണം ചോദിച്ചു, തരാൻ പുള്ളിക്കാരൻ തയ്യാറല്ല. പക്ഷെ ഗിരി നാട്ടിൽ വന്നതിന് ശേഷമേ തരികയുള്ളൂ. അപ്പോ സ്വർണം മാത്രമല്ല, ഗംഗയുടെ ഷെയറും തരാമെന്നാണ് എസ്ഐയുടെ വാക്ക്. അങ്ങനെ പറഞ്ഞാൽ ഗിരിയുടെ അമ്മ അതിൽ വീഴാതിരിക്കില്ല. ഒരു വലിയ കോള് ഒരുമിച്ചല്ലേ കിട്ടാൻ പോകുന്നേ. അതൊരു പറ്റിയ വഴിയാ. കേട്ടാ ന്യായം ഒന്ന് തോന്നും. അതിനെ അവർക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഇനി അഥവാ ചോദ്യം ചെയ്തുന്നിരിക്കട്ടെ, കൊടുക്കാൻ വേറെ മറുപടിയുണ്ട്. ബാഹുലേയൻ സാറ് നിന്നോട് ചോദിച്ച ചോദ്യം അതുപോലെ ഗിരിയുടെ വീട്ടിൽ അവതരിപ്പിച്ചാ മതി. അതായത് സ്നേഹിച്ചു എന്നല്ലാതെ ഗിരി നിന്റെ കഴുത്തിൽ താലി കെട്ടിട്ടില്ലല്ലോ. ഗിരി വന്നിട്ട് നിങ്ങളുടെ കല്യാണ ചടങ്ങ് നടത്തിയതിനു ശേഷം അർഹതപ്പെട്ടതെല്ലാം തരും. അതുകൂടി പറഞ്ഞാ പിന്നെ എങ്ങനെ എതിർക്കും? അംഗീകരിക്കുകയെ നിവൃത്തിയുള്ളൂ. ശരിയാ ഗംഗേ, ഇത് ഏൽക്കും. നിനക്ക് വക്കീൽ പരീക്ഷയ്ക്ക് പഠിച്ചാൽ എന്താ ഉമേ? നീ ജയിക്കും, വക്കീലായിട്ട് ശോഭിക്കുകയും ചെയ്യും. ഞാൻ കാര്യമായിട്ട് പറയുന്നതാ. ആലോചിക്കാവുന്നതാണ്. പ്രശ്നത്തിന് പരിഹാരമായല്ലോ. ഇനി രണ്ടുപേരും പോയി കാപ്പു കുടിക്കും. വാ. നിനക്കെന്താ പിന്നെ ഒരു കൺഫ്യൂഷൻ? ഗിരിയുടെ അമ്മ അംഗീകരിച്ചാലും സുലോചന ചേച്ചി സമ്മതിച്ചു തരുമെന്ന് എന്റെ സംശയം. ഒരു പ്രത്യേക സ്വഭാവക്കാരിയാ. കോമൺ സെൻസ് ഉള്ള ആരും ഇത് അംഗീകരിക്കും. നീ കാട് കയറി ചിന്തിക്കൊന്നും വേണ്ട. ഇത് ഓക്കെ ആവും. ഗിരി വരുന്നത് വരെ നിനക്ക് അവിടെ ഒരു പ്രശ്നവുമില്ലാതെ കഴിയാം. വന്നേ, വരാൻ. എത്ര നേരം കൊണ്ട് ഇത് കിടന്ന് ബെല്ലടിക്കുന്നു? ദേവിക, ദേവിക ടീച്ചർ. അയ്യോ, കട്ടായി പോയല്ലോ. അതെ, ദേവിക ടീച്ചർ ആരാ? ദേവിക എന്ന് പറയുന്നത് ആരാന്ന് ചോദിച്ചത് കേട്ടില്ലേ? എന്താ അറിയില്ലെന്നുണ്ടോ? അവരാ ഇപ്പൊ വിളിച്ചത്. ദേവിക. ഓ ദേവികയോ? ഓ മാധവനെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോഴല്ലേ ഓർത്തത് രുക്മിണി? പണ്ട് ബാങ്കിൽ ജോലി ചെയ്തിരുന്നതായി ദേവിക. ഏത് ബ്രാഞ്ചിലാണെന്ന് പോലും മറന്നു. ടീച്ചർ എങ്ങനെയാ ബാങ്കിലെ ജോലിക്കാരിയാവുന്നത്?
ദേവിക ടീച്ചർ എന്നാ ഫോണില് പേര് വെച്ചിരിക്കുന്നത്. അത് പിന്നെ അവരാദ്യം ടീച്ചറായിരുന്നു, പിന്നെ ടെസ്റ്റ് എഴുതി ബാങ്കിൽ കയറി. ഇപ്പോഴും ദേവിക ടീച്ചർ എന്നാ എല്ലാരും അവരെ വിളിക്കുന്നത്. എല്ലാവരും ഒന്ന് വെച്ചാ അല്ല, പരിചയക്കാരെ. എവിടാ അവരുടെ വീട്? വീട് അത് ഞാനങ്ങ് മറന്നുപോയി രുക്മിണി. അല്ല, അവരെ പറ്റി ഞാനിവിടെ പറഞ്ഞിട്ടില്ല. എപ്പ പറഞ്ഞു? ഉണ്ടെന്നേ. താനെന്താ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? ഒന്നുമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വയസ്സുകാലത്ത് വല്ല ചുറ്റിക്കളിയാണെങ്കിൽ അപ്പുറത്ത് പിള്ളേരുണ്ട്. ആ വിചാരം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറുന്നത്. അല്ല, ഗംഗ കാപ്പി കുടിച്ചോ? ആ, ഇനി പോവാനുള്ള പരിപാടിയാ. ബാങ്കിലേക്ക് പോകുമ്പോ അവളെ കൂടി ഒന്ന് ടൗണിൽ വിട്ടേക്കണേ. എന്നിട്ട് എന്തെങ്കിലും പോംവഴി തെളിഞ്ഞോ? ആ, അത് പറഞ്ഞില്ലല്ലോ. അതിനിടയിലാ ഫോൺ കയറി വന്നത്. ഗിരി നാട്ടിൽ എന്ന് വരുന്നോ അപ്പ ഗംഗയ്ക്കുള്ള സ്വർണ്ണ ഓഹരിയൊക്കെ കൊടുക്കാമെന്ന് SI പറഞ്ഞതായിട്ട് അവൾ അവിടെ ചെന്ന് അറിയിക്കുന്നു. ഇപ്പോഴത്തേക്ക് അവളെ പിടിച്ചു നിർത്താൻ അത് പോരെ? അത് നല്ല ഐഡിയ. എന്നാ വാ, കാപ്പി കുടിക്കാം. ഈ ദേവിക ടീച്ചർ എനിക്കൊരു കുരിശായിട്ട് മാറുമല്ലോ. ഇനി എന്തിനാ ഗംഗ ടെൻഷൻ? ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ കയ്യില്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ല അവിടുത്തെ കാര്യങ്ങൾ. അവരുടെ രീതികളൊക്കെ വേറെ. നീ പറഞ്ഞ പ്രതിവിധി അവിടെ അറിയിക്കുമ്പോ ഗിരിയുടെ അമ്മയും ചേച്ചിയും എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. ഗിരി വന്നിട്ട് പരിഹാരം ഞാൻ പറയുമ്പോ, എന്നാ പിന്നെ ഗിരി വന്ന് ചടങ്ങ് കഴിയട്ടെ, എന്നിട്ട് മതി എന്റെ ആ വീട്ടിലെ താമസവും തീരുമാനിച്ചാലോ. അതുവരെ ഈ കഷ്ടപ്പാടിനിടയിൽ കഴിയണ്ടെന്ന് പറഞ്ഞ് എന്നെ പുറത്താക്കിയാൽ എന്ത് ചെയ്യും? അങ്ങനെ സംഭവിച്ചൂടെ? അതൊന്നും ഉണ്ടാവില്ല. ഒക്കെ നിന്റെ തോന്നലാ. ഇങ്ങനെ ഒട്ടും ശുഭാപ്തി വിശ്വാസം ഇല്ലാതിരുന്ന എങ്ങനെയാ ഗംഗെ? പോസിറ്റീവായിട്ട് ചിന്തിക്ക്. സ്റ്റാൻഡിൽ കൊണ്ട് വിട്ടാ പോരാ, ഗംഗ ബസ്സിൽ കയറ്റി വിടണം. അതെന്നോട് പ്രത്യേകം പറയണോ രുക്മിണി? പോട്ടെ ആന്റി. ഒരു കുഴപ്പവും വരില്ല മോളെ, ദൈവം കൂടെ നിൽക്കും. ഉമേ, ശരി ആന്റി. വാ. ഉമേ, അവിടെ നിന്നെ. നിനക്കേ അച്ഛന്റെ ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു ദേവിക ടീച്ചറിനെ അറിയൂ? ദേവിക ടീച്ചറോ? എടീ, നിന്നോടാ ചോദിച്ചത്. ഇല്ല. അച്ഛൻ എപ്പോഴെങ്കിലും അങ്ങനെ ഒരാളെ കുറിച്ച് പറഞ്ഞതായി ഓർക്കുന്നുണ്ടോ? എന്താ അമ്മേ, ആരാ അത്? ഓ, ഒന്നുമില്ല. അമ്മയ്ക്കിതെന്തു പറ്റി? ഇതേതാ പുതിയൊരു ദേവിക? സൗദാമിനി, സൗദാമിനി. ആ, അല്ല, ജീപ്പിന്റെ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ. ജീപ്പ് ഞാൻ റോഡിലിട്ടു, നിൽക്കാൻ സമയമില്ല. പെട്ടെന്ന് ചോറെടുക്ക്. കാര്യമായിട്ട് കുറച്ച് കാശ് പോക്കറ്റിൽ വീഴുന്ന ഒരു കോള് കിട്ടിയിട്ടുണ്ട്. അപ്പേന്ന് പോണം. ആണോ? എന്നാ പിന്നെ ഊണ് അവിടെ നിന്നെങ്ങാനും കഴിച്ചാ പോരാ? നീ നല്ല ഭാര്യയാണല്ലോടി, വൈഫേ. അല്ല, സമയം കളയണ്ടല്ലോ എന്ന് കരുതി പറഞ്ഞതാ. അല്ല, ഒരു 2 മിനിറ്റ് അരി അങ്ങോട്ട് വാർത്ത് വെച്ചതേ ഉള്ളൂ. ആ, പിന്നെ ആ ബ്രോക്കർ ഇവിടെ വന്നിരുന്നു. ഞാൻ സ്റ്റേഷനിലേക്ക് പറഞ്ഞയച്ചു. കണ്ടായിരുന്നോ? ഓ, കണ്ട്. CI ചന്ദ്രദാസിന് വേണ്ടി ഒരു പാർട്ടിയുടെ ഫോട്ടോ കാണിക്കാൻ വന്നതാ. ഒരു 40 വയസ്സ് വരുന്ന, കണ്ടാ തരക്കില്ലാത്ത ഒരു തീ. എന്നിട്ട് ചന്ദ്രദാസിന് അത് ഇഷ്ടപ്പെട്ടില്ല, മുതിക്കിയാ പോലും. 40 പറയുമ്പോ അയാളേക്കാൾ 10 വയസ്സ് എളുപ്പമില്ലേ? എന്നിട്ടും ഇഷ്ടപ്പെട്ടില്ലേ? അയാൾ ഇനി ആരെ നോക്കിയിരിക്കുവാ?
ഗംഗയെ പോലുള്ള കിളിന്ത് പെമ്പിള്ളാരെയാണ് സിയയ്ക്ക് നോട്ടം. അയ്യേ, ഇപ്പോഴും അയാളുടെ മനസ്സിൽ ഗംഗയാണെന്ന്. ശ്ശെ, വല്ലാത്തൊരു സൂക്കേടാണല്ലോ ദൈവമേ. ഹാ സൗദാമിനി, ഞാനിന്ന് അവളെ കണ്ടു. ഗംഗയെ എവിടെ? ടൗണില്. അല്ല, അപ്പൊ ഇതുവരെ അവിടെ പോയില്ലേ? അല്ല, ഇവിടെ എന്തിനാ ചുറ്റിക്കറങ്ങുന്നത്? പോയി തിരിച്ചെഴുന്നള്ളത്തിന് വന്നപ്പോഴാ ഞാൻ കണ്ടത്. ബസ്സിൽ കയറ്റി യാത്രയക്കാനേ വാരിറങ്ങളും ഉണ്ടായിരുന്നു. ഹാ, സീരയുടെ പുറകെ ഹനുമാൻ ഇല്ലാതിരിക്കോ? കയ്യും വീശി അങ്ങോട്ട് ചെല്ലുമ്പോഴാ പുകില്. സ്വർണ്ണ ഏറ്റുവാങ്ങാനേ കയ്യും കഴുകി ഇരിക്കുകയല്ലേ ആ ദാഷായണി. ഇല്ലെന്നറിയുമ്പോ അവരുടെ മട്ടങ്ങ് മാറും. അപ്പോഴേ അവിടുന്ന് അങ്ങ് അടിച്ചറങ്ങും. പക്ഷേ ഇനി ഇങ്ങോട്ടെങ്ങാനും വന്ന ഗേറ്റിനപ്പുറം കാലുകുത്താൻ ഞാൻ സമ്മതിക്കില്ല. അതിന്റെ പേരിൽ എന്തോ പ്രശ്നം ഉണ്ടായാലും കുഴപ്പമില്ല. അവള് വരില്ല. പിന്നെ എങ്ങോട്ട് പോവും? നേരെ മുകളിലേക്ക്. ആണെന്നേ, ഏതെങ്കിലും ട്രെയിനിന്റെ മുമ്പിൽ ചാടിച്ചാകാനാ അവളുടെ യോഗം. ഈ സ്റ്റേഷൻ അതിർത്തിയിൽ വെച്ചാണെങ്കിലേ അതിന്റെ FIR-ഉം ഞാൻ തന്നെ തയ്യാറാക്കേണ്ടി വരും. സന്തോഷ പുരസരം ഞാൻ ആ കർമ്മം അങ്ങ് നിർവഹിക്കും. കേട്ടോ, മുല്ലമുറ്റത്ത് മാധവൻ മാഷ്ട്ര മോൾ ഗംഗേ. അമ്മേ, 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 എന്താടി? അമ്മയുടെ ഗംഗ വരുന്നുണ്ട്. ആ, സ്വർണം കിട്ടിയ മട്ടുണ്ടോടി? ലക്ഷണം കിട്ടിയിട്ട് കിട്ടിയ പോലെ ഉണ്ടമ്മേ. കൊണ്ടുപോയ ബാഗിനൊരു കനോക്കിയുണ്ട്. എന്റെ ഭഗവതി, എനിക്കറിയായിരുന്നു നീ കൈവിടില്ലെന്ന്. ദേ, അതെല്ലാം കൂടി കാണുമ്പോ അമ്മയുടെ മനസ്സ് മാറരുത്. എനിക്ക് തരാനുള്ളത് തന്നേക്കണം. ഒന്ന് അടങ്ങ് സുലോനെ, ആക്രാന്തം കാണിക്കാതെ. അമ്മയുടെ സ്വഭാവം ശരിക്കും അറിയാവുന്നതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, നീ ഇതൊക്കെ നടുക്കി കെട്ടിവേ, കേട്ടോ? മോളെ, ആഹാ, ഓളിങ്ങി വന്നോ? എന്നിട്ട് എന്താ വിളിക്കാത്തെ? ഞാൻ വന്നു കയറിയതേ ഉള്ളൂ. പോയിട്ട് അവിടെ എല്ലാവർക്കും സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷമായിട്ട് ഒന്നുമില്ല. ഇത്രയും ദൂരെ യാത്ര ചെയ്തു വന്നല്ലേ, മൂക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കു സുലോനെ? ഇപ്പൊ ഒന്നും വേണ്ട. എന്നാൽ ഇനി ചോറുണ്ട. ഊണ് ശരിയാവാറായി. നല്ല വിശപ്പും കാണുമല്ലേ? ഇടയ്ക്ക് വല്ലതും വാങ്ങിക്കഴിക്കുന്ന ശീലവും ഇല്ലല്ലോ. എപ്പോ വന്നു? ജംഗ്ഷനിൽ ഞാൻ ഉണ്ടായിരുന്നു, എന്നിട്ട് കണ്ടില്ലല്ലോ. നീ വല്ലയിടത്തും വായി നോക്കി നിന്ന് കാണും, അതാ കാണാത്തെ.
ഞാൻ പറയുന്നത് ഇവര് വിശ്വസിക്കണേ. സമയത്തിന് വണ്ടി കിട്ടിയ മോളെ. ഞാൻ വിചാരിച്ചു വാര്യര് സാറ് കാറിൽ ഇവിടെ കൊണ്ടാക്കുമെന്ന്. ബാഗേ കയ്യിലുള്ളതുകൊണ്ടാ പേടി. അതിനെന്താ അമ്മേ, ഇത് പകൽ സമയമല്ലേ? നീ ഈ നാട്ടിലൊന്നും അല്ലേ ജീവിക്കുന്നേ. പട്ടാപ്പകല് പിടിച്ചുപറിയുള്ള കാലവാ. ഓ, എന്തായാലും ആപത്തൊന്നും കൂടാതെ ഈശ്വരൻ ഇവിടെ എത്തിച്ചല്ലോ. മോളെ, സ്വർണം വീട്ടിലായിരുന്നോ അതോ ബാങ്കിലായിരുന്നോ? ഇങ്ങോട്ട് നോക്കാതെ അങ്ങോട്ട് ചോദിക്കമ്മേ. ബാങ്കിൽ വെക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു എസ്ഐയുടെ വീട്ടിലല്ലേ. അവിടെ കയറാൻ ഏത് കള്ളന്മാർക്ക ധൈര്യം? അയ്യോ, അത് ഞാൻ ഓർത്തില്ല. അമ്മേ, ആ സ്വർണം അത് കിട്ടിയില്ല. അതെന്ത് പറ്റി? അവര് തരത്തില്ലെന്ന് പറഞ്ഞു. തരാതിരിക്കാൻ എന്താ? ഒന്ന് വ്യക്തമായിട്ട് പറ. സ്വർണം തരില്ലെന്നൊന്നും അങ്കിള് പറഞ്ഞില്ല. പക്ഷേ ഗിരി വന്നിട്ട് ആഭരണവും ഷെയറും ഒക്കെ തരാന്ന അവരുടെ അഭിപ്രായം. അതെന്താ അവരങ്ങനെ ഒരു തീരുമാനം എടുത്തതും? അതിലെത്താ ന്യായം? അതാണ് ന്യായം. നിന്നോട് ഇവിടെ ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? അതിന് അമ്മ ഇങ്ങനെ കിടന്ന് ചാടുന്ന എന്തിനാ? പിന്നെ കള്ളമാണോ? ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് മിണ്ടുന്നിടത്ത് ഇപ്പോൾ അഭിപ്രായം കൊണ്ടുവരും. പെണ്ണിനിതൊരു പതിവാ. സുലോചനെ, ഇനി വരുമ്പോഴേക്കും കടങ്ങൾ പലിശ കയറി ഇരട്ടിയാകുമല്ലോ. ഒരു പശുവെങ്കിലും ഇല്ലാതെ നമ്മൾ എങ്ങനെ ജീവിക്കും? അതുകൊണ്ട് അവൻ വന്ന ശേഷം വല്ലതും കിട്ടിയിട്ട് ഒരു കാര്യവുമില്ല. മനുഷ്യന് സ്വർണവും പണമൊക്കെ ആവശ്യത്തിന് ഉപകരിക്കാനുള്ളതല്ലേ. പിന്നെ മോളും ഗിരിയും തമ്മിൽ ഫോൺ വിളിയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ഇനി ഗിരി വിളിക്കുമ്പോൾ മോൾ ഒരു കാര്യം ചെയ്യണം. നീ ചെന്ന് ചോദിക്കുമ്പോൾ ആ സ്വർണം തരണോന്ന് പറഞ്ഞ് SI അങ്കിളിനെ ഒരു എഴുത്തയക്കാൻ അവനോട് പറ. ഗിരി നേരിട്ട് വരുന്നതിന് തുല്യാണല്ലോ ഒരു എഴുത്തയക്കുന്നത്. അതാകുമ്പോ ഒരു രേഖയായിട്ട് ഇരിക്കുകയും ചെയ്യും. മനസ്സിലായോ? ഇന്ന് വിളിക്കുവാണെങ്കിൽ ഇന്ന് തന്നെ ഗിരിയോട് ഇത് പറയണം. അവന്റെ എഴുത്ത് കിട്ടിയ അയാൾ സ്വർണം തരാതിരിക്കില്ല. മോളൊന്നും പറഞ്ഞില്ല. ഗംഗ ഇന്ന് തന്നെ ഗിരിയെ വിവരം അറിയിക്കും അമ്മേ. പക്ഷേ മറ്റൊരു പ്രശ്നമുണ്ടമ്മേ. ഇനിയും പ്രശ്നം എന്താ? അങ്ങനെ കത്തെഴുതിയാലൊന്നും ബാഹുലേൻ അങ്കിള് വഴങ്ങുമെന്ന് തോന്നില്ല. പോലീസല്ലേ, ആരെയും വിശ്വാസമില്ല. എല്ലാ കാര്യത്തിലും സംശയം. കത്ത്, ഫോട്ടോ, ഒപ്പ് ഒക്കെ വ്യാജമാണെന്ന് എപ്പോഴും പറയും. ഗിരിയെ കൊണ്ട് വിളിപ്പിക്കുകയോ മറ്റോ വേണ്ടെന്ന് മുൻകൂറായി എന്നോട് പറഞ്ഞു. ഞാൻ മറച്ചു വെക്കുന്നില്ല. ഗിരി വന്നതിന് ശേഷം മാത്രമേ എന്തും തരാൻ പറ്റുള്ളൂ എന്ന് അങ്കിള് തീർത്തും പറഞ്ഞു. അല്ല, നമ്മളായാലും അങ്ങനെ ചെയ്യൂ. ഇടി നീ മുടിഞ്ഞതിന്റെ ഒക്കെ മുമ്പിൽ വെച്ചൊന്നും സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. നാശം. പാടി ഇങ്ങോട്ട്. വായുടെ അമ്മേ,
അത് വലിയ ചതിയായി പോയല്ലോ എൻ്റെ ഈശ്വരൻ. എന്തെല്ലാം കണക്കുകൂട്ടലുകൾ നടത്തിയതാ. കറവയുള്ളൊരു പശുവിനെ കണ്ടും വെച്ചതാ. ഇനി അവരോട് എന്തു പറയും? മൊത്തം മനപ്ലാനും തെറ്റി. ഇതിപ്പോ തള്ളണോ കൊള്ളണോ എന്നറിയാത്ത അവസ്ഥയായില്ല. കൂടുതൽ ആലോചിക്കേണ്ട കാര്യമില്ല അമ്മേ. കൊള്ളാനൊന്നും നിൽക്കണ്ട, തള്ളുന്നതാ നല്ലത്. അതിനിടയ്ക്ക് നീ അവൾക്ക് സപ്പോർട്ട് ചെയ്യാനാണോടി അങ്ങോട്ട് കയറി വന്നത്? ബാക്കിയുള്ളവർ എന്ത് ചെയ്യണോന്ന് അറിയാതെ ഇവിടെ വിഷമിക്കുക. അപ്പോഴാ അവളുടെ വക ഒരു പിന്തുണ. നാക്കിൽ മുളവരിച്ച് തേക്കാ വേണ്ടത്. നിങ്ങൾ ആരും ഗംഗയുടെ ഭാഗം ചിന്തിച്ചു നോക്കാത്തത്? ഓ, നീ ഉണ്ടല്ലോ അവളെ എടവും വലോ നിന്ന് ചിന്തിപ്പിക്കാൻ. അതിന്റെ ഒരു ബലം അവൾക്കുണ്ട്. അല്ലെങ്കിൽ ഒരു കൂസലും കൂടാതെ അവളിങ്ങനെ കയറി വരൂ. എന്നിട്ട് തെളിഞ്ഞെന്നു പറയുന്ന കേട്ടില്ലേ? സത്യം പറഞ്ഞ് തെറ്റായി പോയോ അമ്മേ? ഇവിടെ ഞാൻ വല്ലതും ചെയ്തു പോവേ. കേട്ടില്ല ഓരോ ന്യായങ്ങൾ. അവളുടെ ഭാവവും പടുതിയും കണ്ടിട്ട് എനിക്ക് ബലമായ ഒരു സംശയമുണ്ട്. ഗംഗയും വീട്ടുകാരും ചേർന്നുള്ള കളിയാണ് അമ്മേ, നമ്മളെ പറ്റിക്കാനുള്ള ഒരു കള്ളക്കളി. അല്ലെങ്കിൽ അവൾ എസ്ഐയുടെ വീട്ടിൽ പോയിട്ടില്ല. പോയെന്ന് കള്ളം പറഞ്ഞ് ഭാര്യയുടെ വീട്ടിൽ തങ്ങിക്കാണും. അവിടെ എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട്. ആറ്റുനോറ്റ് വളർത്തിയ തന്തയും തള്ളയും തള്ളിക്കളഞ്ഞിട്ട് കണ്ടവന്റെ പുറകെ കയറും പൊട്ടിച്ചു പോകാൻ നിൽക്കുന്ന ഇവളെ പോലുള്ള പെൺപിള്ളേര് ഇവിടെ അനുഭവം കണ്ട് പഠിക്കണം. എല്ലാ ചോദ്യങ്ങളും ഉയരുന്നത് ഇവളുടെ ആത്മാഭിമാനത്തിന് നേരെയാണ്. ജന്മം കൊടുത്ത തന്തയും തള്ളയും കുരുതി കൊടുത്തവളാ ഇവള്. ഈശ്വരൻ പോലും ഇവളോട് പൊറുക്കില്ല. എല്ലാ ചൂണ്ടുവിരലുകളും ഉന്നമിടുന്നത് ഇവളുടെ നിലനിൽപ്പിനെയാണോ? അത്രയ്ക്ക് അപരാധിനിയാണോ ഈ കുട്ടി? എന്നെങ്കിലും ഇവളുടെ ദിവസം വരാതിരിക്കില്ല. അതെ, ഗംഗ ഒരു നാൾ വരും. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണേ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണേ.